വെൽക്കം എവരിവൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടു റിസ്കിനെ പറ്റി നമ്മൾ ഷോർട്ട് ഇൻട്രൊഡക്ഷൻ കൊടുത്തു അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് GRMCE CS പ്രൊഫഷണൽ ഓൾഡ് സിലബസിലെ ചാപ്റ്റർ നമ്പർ 12 റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ കണ്ടിന്യൂഷൻ നമ്മളിന്ന് തുടരാൻ പോവുകയാണ്. എനിവേസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വരിക. നമ്മൾ എന്തായാലും ഇൻട്രൊഡക്ഷനിലേക്ക് നിൽക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മാക്സിമം നോക്കുക നമ്മുടെ മൊഡ്യൂളിൻ്റെ എല്ലാ പോർഷനും നമ്മൾ കവർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ഇനി മൂവിങ് ഫോർവേഡ്, നമ്മൾ ടൈം കളയുന്നില്ല. നമ്മൾ റിസ്ക് എന്താണെന്ന് കണ്ടു അല്ലേ. റിസ്ക് ഈസ് ദ എക്സ്പോഷർ ടു ദ പോസിബിലിറ്റി ഓഫ് ലോസ്. ഇത് എവിടെയാണ് പറഞ്ഞേക്കണേ? ആസ് പെർ ഓക്സ്ഫോർഡ് ഡിക്ഷണറി. എപ്പോഴും നമ്മൾ ആൻസർ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞ ഒരു കാര്യമാണെങ്കിൽ ഇത് സൈറ്റ് ചെയ്തിട്ട് ആ ആൻസർ എഴുതുക. സോ മെയർലി നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ആക്കാണ്ട് അത് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി മച്ച് ബെറ്റർ. ഒപ്പം തന്നെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്ട് മാറ്റർ ഇപ്പോൾ നമ്മൾ എഴുതുകയാണ്, അതിന് എക്സാമ്പിൾ എന്തെങ്കിലും എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ എക്സാമ്പിളും കൂടി കോട്ട് ചെയ്യുക. എക്സാമ്പിൾ കോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അത് ആക്ച്വലി റിലേറ്റഡ് ടു ദാറ്റ് പർട്ടിക്കുലർ ടോപ്പിക്ക് തന്നെ ആയിരിക്കണം. ഇനി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റിനകത്ത് ഓൾറെഡി ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ടെക്സ്റ്റിനകത്ത് ഓൾറെഡി എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഓർക്കുക ലേറ്റസ്റ്റ് അതായത് ലേറ്റസ്റ്റ് നമ്മുടെ എഡിഷൻ ടെക്സ്റ്റ് ബുക്ക് ഏതാണോ അതിനകത്തുള്ള എക്സാമ്പിൾ എപ്പോഴും കോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇപ്പോൾ നമുക്ക് എക്സാമിന് തലേ ദിവസം പുതിയൊരു മെർജർ ഇല്ലെങ്കിൽ അമാൽഗമേഷൻ്റെ ഒരു ന്യൂസ് കിട്ടി, നമ്മൾ ആ സംഭവം കൊണ്ട് ചിലപ്പോൾ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ആ CS കാരൻ ചെക്ക് ചെയ്യുന്ന വ്യക്തി അപ്ഡേറ്റഡ് ആണെങ്കിൽ ഒരു പക്ഷേ അത് അറിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പോലും ആ വ്യക്തി ചിലപ്പോൾ അത് അറിയാതെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും അക്കാര്യം അങ്ങനെ ഡയറക്റ്റ് പോയി കോട്ട് ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല. തെറ്റല്ലാത്ത എന്തും നമുക്ക് എക്സാമ്പിളായിട്ട് കോട്ട് ചെയ്യാം. പക്ഷേ ടെക്സ്റ്റിനകത്ത് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി കോട്ട് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം മാത്രം നമുക്ക് നമ്മളുടെ നോളജിനനുസരിച്ച് ലേറ്റസ്റ്റ് എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ അത് കാണിക്കാനായിട്ട് പാടുള്ളൂ. അതെല്ലാവരും പൊതുവെ പറയാറുള്ളതാണ്, ഞാനും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എനിവേ, മൂവിങ് ഫോർവേഡ്, നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റിലായിരുന്നു. ചാപ്റ്റർ 12 ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. എന്താണ് റിസ്ക്? ഓക്സ്ഫോർഡ് ഡിക്ഷണറി പ്രകാരം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. റിസ്ക് ഈസ് ദ എക്സ്പോഷർ ടു ദ പോസിബിലിറ്റി ഓഫ് ലോസ്, ഇഞ്ചുറി ഓർ അതർ അഡ്വേഴ്സ് ഓർ അൺവെൽക്കം സർക്കംസ്റ്റൻസ്, എ ചാൻസ് ഓർ സിറ്റുവേഷൻ ഇൻവോൾവിംഗ് സച്ച് എ പോസിബിലിറ്റി. മൂവിങ് ഫോർവേഡ് ടെക്സ്റ്റിനകത്ത് ജനറൽ പെർസ്പെക്റ്റീവ് മാത്രമല്ല പല പെർസ്പെക്റ്റീവുകൾ, അതായത് പല ആംഗിളുകളിൽ നിന്നിട്ട് റിസ്കിനെ ഡിഫൈൻ ചെയ്തേക്കുവാണ്. ഇത് മൊത്തം ജനറൽ തിയറി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സകല സാധനം ജനറൽ തിയറിയാണ്. ജനറൽ തിയറി എന്ന് വെച്ചാൽ നമ്മൾ ജനറലി നമുക്ക് അറിയാവുന്ന, നമ്മൾ ചെറുപ്പം തൊട്ട് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നേക്കുകയാണ്. സോ ജനറലി നമുക്ക് കേട്ട് പരിചയമുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ട് ഇവിടെ സ്പെസിഫിക്കലി എടുത്ത് പഠിപ്പിക്കുകയാണ്. സോ ജനറലി നമുക്ക് അറിയാവുന്ന കാര്യമാണ്, പക്ഷേ സിലബസിൽ നമ്മൾ ഒരു പക്ഷേ പുതിയതായിട്ടൊരു സാധനം, ആ ജനറലായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം സ്പെസിഫിക്കലി പോയി പഠിക്കുമ്പോൾ നമുക്കൊരു പുതുമ തോന്നും, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ചിലപ്പോൾ പെർഫോം ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. സോ അതിനാണ് ഈ വീഡിയോയുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിചിതമായൊരു സംഭവം പക്ഷേ നമ്മൾ സ്പെസിഫിക്കലി സിലബസിൽ വെച്ച് പഠിപ്പിക്കുമ്പോൾ ബുക്ക് എടുത്ത് വായിക്കുമ്പോഴത്തേക്ക് ഒരു പുതുമ തോന്നും. ആ പുതുമ ഒരുപാട് സമയം നിങ്ങളുടെ കളയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയം ലാഭിക്കാനാണ് നമ്മളിന്ന് ഇവിടെ ഇതുപോലത്തെയുള്ള ലെക്ചേഴ്സ് ഇല്ലെങ്കിൽ മാരത്തോൺസ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ എൻ്റെ ഈ ഷോർട്ട് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുക. എനിവേ, ഫസ്റ്റ് തിങ്, ജനറിക് പെർസ്പെക്റ്റീവ് എന്താണ് റിസ്ക്? ജനറലി എന്താണ് റിസ്ക്? പോസിബിലിറ്റി ഓഫ് ലോസ് ഡ്യൂ ടു സം അൺസർട്ടൺ ഇവൻറ്റ്സ്. നഷ്ടം വരാനുള്ള സാധ്യതയാണ് ജനറലി. നമ്മൾ ഷോർട്ട് വീഡിയോനകത്ത് ഇനീഷ്യലിയും പറഞ്ഞു, ജനറലി നമ്മൾ നോക്കി കാണുമ്പോൾ ഒരു നഷ്ടം വരാനുള്ള സാധ്യത ഉൾക്കൊള്ളുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുക. ആൻഡ് ദാറ്റ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ ദാറ്റ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ പ്രിഎംപ്റ്റീവ് ആക്ഷൻ. അതായത് അഡിക്വേറ്റ് റിസ്ക് മാനേജ്മെൻറ്റ് മെഷേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നഷ്ടം വരാനുള്ള സാധ്യതയെ ഒഴിവാക്കാൻ കഴിയും. അങ്ങനെയാണ് ജനറൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ റിസ്കിനെ ഡിഫൈൻ ചെയ്യുക. ഇനി അവർ നേരെ പോയിട്ട് ഫുഡ് ഇൻഡസ്ട്രിയിൽ എന്താണ് റിസ്ക് എന്ന് പറയുകയാണ്. ഫുഡ് ഇൻഡസ്ട്രി ജനറലി എക്സാമിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാനുള്ള സാധ്യതയില്ല കേട്ടോ. പക്ഷേ നമ്മൾ ICSE ഇത്രയും വർഷക്കാലമായിട്ട് ഓരോ ക്വസ്റ്റ്യൻ മെയിൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലേക്ക് ഇട്ടിട്ട് വരികയാണ്. സോ ദർ ഈസ് എ ചാൻസ് ഒരു പക്ഷേ ഇതിനകത്തേക്ക് ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യപ്പെടാം. അത് വാട്ട് ഈസ് റിസ്ക്, ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ഇല്ലെങ്കിൽ ഡിഫൈൻ റിസ്ക് ഇൻ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സിനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എനിവേ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാം നോക്കി പോകും, അത്രേ ഉള്ളൂ. ഫുഡ് ഇൻഡസ്ട്രി എന്താണ് റിസ്ക്? ഫുഡ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഈ പർട്ടിക്കുലർ സാധനം ഉണ്ടാക്കുകയാണ്. ഫുഡ് ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും പർട്ടിക്കുലർ ഹസാർഡ് നടന്നു, ഇപ്പോൾ ഭക്ഷ്യവിഷബാധ വന്നു, ആ കാരണത്താൽ ആ ഫുഡ് ഇൻഡസ്ട്രിക്ക് ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ ആ ഒരു ഫുഡ് ബിസിനസ്സിന് ഉണ്ടാകാൻ പോകുന്ന നഷ്ടം, അതാണ് ഫുഡ് ഇൻഡസ്ട്രിയിൽ റിസ്ക്. സെക്യൂരിറ്റീസ് ട്രേഡിങ്ങിൽ എന്താണ് റിസ്ക്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഷെയർസിൻ്റെ വാല്യൂ കുറയാൻ ചാൻസ് ഉണ്ട്, കുറയാനുള്ള സാധ്യതയുണ്ട്. അതാണ് സെക്യൂരിറ്റീസ് ട്രേഡിങ്ങിനകത്ത് റിസ്ക്. ഈ സെക്യൂരിറ്റീസ് ട്രേഡിങ്ങിനകത്ത് റിസ്കിനകത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ രണ്ട് തരത്തിലുള്ള റിസ്ക് കാണാം. ഒന്ന് സിസ്റ്റമിക് റിസ്ക്കും അൺസിസ്റ്റമിക് റിസ്ക്കും. സിസ്റ്റമിക് ആൻഡ് അൺസിസ്റ്റമിക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസിക്കലി വരുന്നത് കൺട്രോളബിലിറ്റി എന്നുള്ളൊരു ഫാക്ടർ വെച്ചിട്ടാണ്. ബേസിക്കലി കൺട്രോളബിലിറ്റി ഇൻ ദ സെൻസ്, അപ്പോൾ നമ്മൾ വിചാരിക്കും
സിസ്റ്റമിക് റിസ്ക് എന്ന് പറയുമ്പോൾ അതായിരിക്കാം കൺട്രോളബിൾ റിസ്ക് എന്ന് വിചാരിക്കും. പക്ഷേ അല്ല, സിസ്റ്റമിക് റിസ്ക് കാരണം പൊതുവെ അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം സിസ്റ്റമാറ്റിക് എന്നുള്ളൊരു ബേസിക് വേർഡിൻ്റെ മീനിങ് നമ്മൾ ജനറൽ സെൻസിൽ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം? ആക്യുറേറ്റ് ഒരു നിശ്ചിത രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു സംഭവത്തെയാണ് നമ്മൾ പൊതുവെ സിസ്റ്റമാറ്റിക് എന്ന് പറയാം. പക്ഷേ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കണം, സിസ്റ്റമാറ്റിക് ഇല്ലെങ്കിൽ സിസ്റ്റമിക് റിസ്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ അതിനെ പറ്റിയിട്ട് നെക്സ്റ്റ് ടോപ്പിക്കിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷേ ഒരു സിംഗിൾ സെൻറ്റൻസ് നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കി വെക്കുക, അതൊരു മാക്രോ ആസ്പെക്റ്റിലുള്ള റിസ്ക്കാണ് നമ്മൾ സിസ്റ്റമിക് റിസ്ക് എന്ന് പറയാം. അപ്പോൾ സെക്യൂരിറ്റീസ് ട്രേഡിങ്ങിൽ സിസ്റ്റമിക് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റയർ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന റിസ്ക് ആയിരിക്കും ഈ സിസ്റ്റമിക് റിസ്ക്. സോ നമുക്ക് പ്രിഎംപ്റ്റീവ് മെഷേഴ്സ് പ്രോപ്പർലി എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ നമുക്കതിനെ സ്വാധീനിക്കാൻ ഇല്ലെങ്കിൽ ആ റിസ്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ എൻ്റയർ മാർക്കറ്റ് ഡൗൺ ആയിപ്പോയി, കുറേ ഷെയർസിൻ്റെ വാല്യൂ എല്ലാം ഇടിഞ്ഞു. ദാറ്റ് വാസ് സിസ്റ്റമിക് റിസ്ക്. കാരണം കോവിഡ് വരും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു ഒരു പരിധി വരെ. സോ അൺസിസ്റ്റമിക് റിസ്ക് ആർ ദോസ് റിസ്ക് ദാറ്റ് ക്യാൻ ബി കൺട്രോൾ ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. നമുക്ക് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഷെയറിനെ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് പല ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു പക്ഷേ നമുക്ക് ആ റിസ്ക് കുറയ്ക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് കോൾഡ് സിസ്റ്റമിക് റിസ്ക്. നൗ ഫിനാൻസ് പെർസ്പെക്റ്റീവിലും അവർ ഇതുപോലെ തന്നെ റിസ്കിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫിനാൻസ് പെർസ്പെക്റ്റീവിൽ എന്താണ് റിസ്ക്? നമുക്ക് ലഭിച്ച റിട്ടേൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത റിട്ടേണിനേക്കാളും കുറവായിരുന്നു, ഇല്ലെങ്കിൽ അങ്ങനെ കുറയാനുള്ള സാധ്യത ഉൾക്കൊള്ളുന്ന ഒരു സിറ്റുവേഷൻ. അതാണ് ഫിനാൻസ് പെർസ്പെക്റ്റീവ് റിസ്ക്. നമ്മൾ ഫിനാൻസ് റിസ്കിനെ പറ്റി കൂടുതൽ ഇപ്പോൾ തന്നെ നമ്മൾ പഠിക്കും. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ പഠിക്കുന്നത്. സോ അതിനകത്തേക്ക് നമ്മൾ കൂടുതൽ പോകുന്നില്ല. ദെൻ കംസ് ഇൻഷുറൻസ്. ഇൻഷുറൻസിനകത്ത് എന്താണ് റിസ്ക്? ഇൻഷുറൻസ് ഒരു കമ്പനിയുടെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വാഹനത്തിന് ഇൻഷുറൻസ് എടുക്കാറുണ്ട്. വാഹനത്തിന് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എങ്ങനെയാണ്? ബേസിക്കലി നമ്മളുടെ വാഹനത്തിന് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അത് കവർ ചെയ്യപ്പെടാൻ പല ടൈപ്പ് റിസ്ക് ഉണ്ട്. തേർഡ് പാർട്ടി ഉണ്ട്, ഫുൾ കവറേജിനാണ്, പല തരത്തിലുള്ള റിസ്ക് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ചാൻസ്, അതായത് ഈ സാധ്യത നമുക്ക് റീസണബിൾ എക്സ്റ്റെൻറ്റിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. വാഹനം വഴിയിലേക്ക് ഇറങ്ങുവാണല്ലോ, തട്ടാനും മുട്ടാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ വാഹനം തട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ തട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് നഷ്ടം സഹിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ എത്രത്തോളം നഷ്ടം വരും എന്നുള്ള കാര്യം നമുക്ക് ആക്യുറേറ്റ്ലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് എ റിസ്ക്. നമ്മളൊരു പ്രീമിയം 3000 രൂപ 4000 രൂപ വർഷം പ്രീമിയം അടച്ച് ഒരു ബൈക്കിന് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ഇൻഷുറൻസ് എടുത്ത് 2-ാം വർഷം വണ്ടി ഫുൾ അടിച്ച് തവിട് പൊടിയായി കഴിഞ്ഞാൽ എന്തായാലും ഇൻഷുറൻസ് പ്രീമിയം അടച്ചതിൻ്റെ ഒരു 5-6 ഇരട്ടി തുക എന്തായാലും നമുക്ക് ഇൻഷുറൻസ് കമ്പനിക്ക് എന്തായാലും ആ പർട്ടിക്കുലർ ഇൻഷേർഡ് വ്യക്തിക്ക് കൊടുക്കേണ്ടി വരും. സോ അതാണ് ഇൻഷുറൻസ് പെർസ്പെക്റ്റീവിൽ റിസ്ക് എന്ന് പറഞ്ഞത്. സോ ഇത്തരം കാര്യങ്ങൾ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ഏതൊക്കെ നമ്മൾ കണ്ടു? ജനറൽ പെർസ്പെക്റ്റീവ് നമ്മൾ കണ്ടു, ഫിനാൻസ് പെർസ്പെക്റ്റീവ് കൊണ്ട് ഇൻഷുറൻസ് പെർസ്പെക്റ്റീവിൽ കണ്ടു, ഇൻഷുറൻസ് ബിസിനസ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ കണ്ടു, ഈ ഫുഡ് ഇൻഡസ്ട്രീൻ്റെ പെർസ്പെക്റ്റീവിലും കണ്ടു, അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് ട്രേഡിങ്ങിൻ്റെ പെർസ്പെക്റ്റീവിലും കണ്ടു. ഇത് ജനറലി അവർ പറഞ്ഞു പോയേക്കുന്നു. ഇൻട്രൊഡക്ഷൻ പോർഷനിലൂടെ കഴിയാണ്. ബേസിക് റിസ്ക് എന്താണെന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് അവർ മനസ്സിലാക്കി തരാൻ ശ്രമിച്ചിട്ടുള്ളൂ. മൂവിങ് ഫോർവേഡ് നമ്മൾ സെക്യൂരിറ്റീസ് ട്രേഡിങ്ങിനകത്ത് കണ്ടതുപോലെ സിസ്റ്റമിക് ആൻഡ് അൺസിസ്റ്റമിക് റിസ്കിനെ പറ്റി സ്പെസിഫിക്കലി അവർ സെപ്പറേറ്റ് ടോപ്പിക്കിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സോ ഇത് ചിലപ്പോൾ എക്സാമിന് ഫ്രെയിം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. റിസ്ക് മാനേജ്മെൻറ്റ് 20 മാർക്സാണ് വരിക. അപ്പോൾ സിംഗിൾ ചാപ്റ്ററിലാണ് ഈ 20 മാർക്സ് വരുന്നത്. സോ സ്കോർ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് GRMCEയിൽ. എനിവേ ലെറ്റ്സ് മൂവ് ഫോർവേഡ്. സിസ്റ്റമിക് റിസ്ക് നേരത്തെ പറഞ്ഞാൽ കൺട്രോളബിലിറ്റി ഫാക്ടർ വെച്ചിട്ടാണ് ഇത് എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സിസ്റ്റമിക് മീൻസ് ഞാൻ പറഞ്ഞു മാക്രോ ആസ്പെക്റ്റിലുള്ളതാണ്, എൻ്റയർ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന സംഭവമാണ്. കോവിഡ് എക്സാമ്പിൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധ്യത കുറവാണ്, നമുക്ക് റീസണബിൾ എക്സ്റ്റെൻറ്റിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ദാറ്റ് അഫക്ട്സ് ദ എൻ്റയർ മാർക്കറ്റ്. അൺസിസ്റ്റമിക് റിസ്ക് ഇറ്റ് ഈസ് കൺട്രോളബിൾ ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. അത് ഈവൻ ഇഫ് ആ റിസ്ക് മെറ്റീരിയലൈസ് ചെയ്താൽ പോലും ആയിരിക്കും ആദ്യം എഫക്റ്റ് ചെയ്യുക? ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ ആയിരിക്കും. എൻ്റയർ മാർക്കറ്റിനെ ആയിരിക്കും അഫക്റ്റ് ചെയ്യുക, ഇൻഡിവിജ്വൽ ഓർഗനൈസേഷനെ ആയിരിക്കും അഫക്റ്റ് ചെയ്യുക. വിച്ച് മീൻസ് നമുക്ക് അടിക്ക് റിസ്ക് മാനേജ്മെൻറ്റ് മെഷേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അൺസിസ്റ്റമിക് റിസ്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് മൈക്രോ ലെവലിലായിരിക്കും അത് അപ്ലൈ ചെയ്യുക. ആൻഡ് ടു എ റീസണബിൾ എക്സ്റ്റെൻറ്റ് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. സോ എനിവേ ലെറ്റ്സ് മൂവ് ഫോർവേഡ്. ടെക്സ്റ്റിനകത്ത് എന്താ കൊടുത്തേക്കണം നോക്കാം. സിസ്റ്റമിക് റിസ്ക് ഇറ്റ് ഈസ് നോട്ട് ഫുള്ളി uncontrollable by an organization. It is not entirely predictable. It is not fully uncontrollable എന്ന് എഴുതിയേക്കണേ. ഇറ്റ് ഈസ് ബേസിക്കലി അൺകൺട്രോളബിൾ റിസ്ക്കിനാണ് നമ്മൾ സിസ്റ്റമിക് റിസ്ക് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എൻറ്റയർലി പ്രഡിക്റ്റബിൾ. ഇറ്റ് ഈസ് യൂഷ്വലി ഓഫ് എ മാക്രോ നേച്ചർ. നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇറ്റ് യൂഷ്വലി അഫക്ട്സ് ലാർജ് നമ്പർ ഓഫ് ഓർഗനൈസേഷൻസ് ഓപ്പറേറ്റിംഗ് അണ്ടർ എ സിമിലർ സ്ട്രീം. ഇറ്റ് കനോട്ട് ബി ഫുള്ളി അസസ്ഡ് ആൻഡ് ആൻറ്റിസിപ്പേറ്റഡ് ഇൻ അഡ്വാൻസ് ഇൻ ടേംസ് ഓഫ് ടൈമിംഗ് ആൻഡ് ഗ്രാവിറ്റി. നമുക്ക് റീസണബിൾ എക്സ്റ്റെൻറ്റിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുക. എക്സാമ്പിൾസ് നമുക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, മാർക്കറ്റ് റിസ്ക്, പർച്ചേസിംഗ് പവർ റിസ്ക്. ബേസിക്കലി മാർക്കറ്റ് റിസ്കിൻ്റെ കീഴിൽ വരുന്ന ഒട്ടുമിക്ക സംഭവങ്ങളും സിസ്റ്റമിക് റിസ്ക് ആയിരിക്കും.
Now, unsystemic risk, it is usually controlled by an organization. It is reasonably predictable. It is normally micro in nature. It is, if not managed, it directly affects the individual organization first. It can usually be assessed well in advance. And examples of such risk are credit risk, operational risk, etc. Okay. Okay. Now, moving forward, നമ്മൾ എന്തൊക്കെ കവർ ചെയ്ത് നമ്മൾ റിസ്ക് എന്താണെന്ന് പഠിച്ചു, ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ് അതിൻ്റെ ഡെഫിനിഷൻസ് ചെറുതായിട്ട് പഠിച്ചു. ഇതിൻ്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെക്കാട്ടെ, അത് മാത്രമേ ഉള്ളൂ. ബേസിക്കലി വേറെ ഒന്നുമില്ല. ജനറൽ തിയറിയാണ്, നിങ്ങൾക്ക് സ്വയം അറ്റൻഡ് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ടെക്സ്റ്റുവൽ ലാംഗ്വേജ് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് മാത്രം. നിങ്ങൾ വൺ ടൈം ഒന്ന് റീഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സംഭവം പിടികിട്ടിക്കോളും. ക്ലാസിഫിക്കേഷൻ ഓഫ് റിസ്ക് ബേസ്ഡ് ഓൺ കൺട്രോളബിലിറ്റി ഫാക്ടർ, നമ്മൾ സിസ്റ്റമിക് ആൻഡ് സിസ്റ്റമിക് റിസ്ക് കണ്ടു. നാ മൂവിങ് ഫോർവേഡ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടൈപ്സ് ഓഫ് റിസ്ക് ഓൺ ദ ബേസ് ഓഫ് ഇമ്പാക്റ്റ് ഓൺ ഫിനാൻസ്. ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവ് നമ്മൾ രണ്ടായിട്ടാണ്, സിസ്റ്റമിക് ആൻഡ് സിസ്റ്റമിക് പോലെ തന്നെ, പക്ഷേ കൺട്രോളബിലിറ്റി ഫാക്ടർ വെച്ചിട്ടല്ല. ഫിനാൻസ്, ഇമ്പാക്റ്റ് ഓൺ ഫിനാൻസ്, കമ്പനിയുടെ ഇല്ലെങ്കിൽ നമ്മളുടെ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തേക്കാണ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിസ്ക്, ബേസിക്കലി സിമ്പിൾ. അപ്പോൾ ഫിനാൻഷ്യൽ റിസ്ക് എന്താണ്, നോൺ ഫിനാൻഷ്യൽ റിസ്ക് എന്താണ്, നമുക്ക് ഓൺ വേർഡ്സ് തന്നെ പറയാൻ പറ്റും. ഡയറക്റ്റ് ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന എന്തോ അത് ഫിനാൻഷ്യൽ റിസ്ക് ആണ്. ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് ഓൺ ഫിനാൻസ്, ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് മീൻസ് പെട്ടെന്ന് ഫിനാൻസിന് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എഫക്റ്റ് ഉണ്ടാകത്തില്ല, പക്ഷേ ഭാവിയിൽ ഒരു പക്ഷേ ഈ ഒരു കാരണത്താൽ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടായേക്കാം. ഫോർ എക്സാമ്പിൾ നോൺ കംപ്ലയൻസ്, നമ്മൾ ഇതിനെപ്പറ്റി മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കും. അതായത് നോൺ കംപ്ലയൻസ് എന്നാണ്. നമ്മൾ ഇന്ന് ഒരു നോൺ കംപ്ലയൻസ് നടത്തി, നമ്മളുടെ കറണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് എന്തെങ്കിലും ചേഞ്ച് ആ കാരണത്താൽ വരാൻ സാധ്യതയുണ്ടോ? നോ. ആ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ പോലും വരാനുള്ള സാധ്യതയില്ല. പക്ഷേ ചിലപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൊറിയർ വരും, നോട്ടീസ്, ഗവൺമെൻറ് അതോറിറ്റീസിൻ്റെ നോട്ടീസ് വരും, പെനാൽറ്റീസ് ചിലപ്പോൾ നമ്മുടെ നിന്ന് ലെവി ചെയ്യും, ഫൈൻ അടക്കേണ്ടി വരും, അങ്ങനെ കുറേ സംഭവങ്ങൾ. പെനാൽറ്റി ഫൈൻ ഡിഫറെൻ്റ് ആട്ടോ, അത് ഞാൻ പിന്നീട് എപ്പോഴും പറഞ്ഞുതരാം. അറിയാമായിരിക്കുമെന്ന് തോന്നുന്നു, CS പ്രൊഫഷണൽ സ്റ്റുഡൻസ് ആണ്. എനിവേസ്, സോ ദാറ്റ് ഈസ് നോൺ ഫിനാൻഷ്യൽ റിസ്ക്. ഫിനാൻഷ്യൽ റിസ്കിന് എക്സാമ്പിൾ മാർക്കറ്റ് റിസ്ക് എന്താണെന്ന് നമ്മൾ പഠിക്കാം. മാർക്കറ്റ് റിസ്ക് ബേസിക്കലി ഒന്നുമില്ല, നമ്മൾ ഇപ്പോൾ തന്നെ പഠിക്കുകയാണ്, എന്തായാലും ഇപ്പോൾ തന്നെ അങ്ങ് പഠിച്ചു പോകാം നമുക്ക്. മാർക്കറ്റ് റിസ്കിൻ്റെ എക്സാമ്പിൾ, ഓക്കെ, വേറെ സിമ്പിൾ എക്സാമ്പിൾ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഇമ്മീഡിയറ്റ് ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു സാധനം. എന്താണ് ക്രെഡിറ്റ് റിസ്ക്? തുടർന്ന് നമ്മൾ കാണും. എന്തായാലും അന്നേരം ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, ചെറിയൊരു കൺസെപ്റ്റുള്ള ആ കൺസെപ്റ്റ് മാത്രം പഠിച്ചു നോക്കുക. അപ്പോൾ അനദർ തിങ്, നിങ്ങൾ ഈ സംഭവങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ മാർക്കറ്റ് റിസ്ക് ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, ദിസ് ടൈപ്പ് ഓഫ് റിസ്ക് ഇസ് അസോസിയേറ്റഡ് വിത്ത് മാർക്കറ്റ് അപ്സ് ആൻഡ് ഡൗൺസ്. അവിടെ തൊട്ട് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതിനുശേഷം ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, കറൻസി റിസ്ക്, ഇക്വിറ്റി റിസ്ക്, കമ്മോഡിറ്റി റിസ്ക്, എല്ലാത്തിനും സെപ്പറേറ്റ് ഡെഫിനേഷൻസ് ഉണ്ട്. എക്സാം ഇടുന്ന ആൾക്കറിയാം, ചെക്കർക്ക് അറിയാം, എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. മുകളിൽ തൊട്ട് അറ്റം വരെ എക്സാമിന് എഴുതാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം തീരെ കിട്ടത്തില്ല. ഒരു പക്ഷേ നമ്മളുടെ ഈ പറഞ്ഞ എന്താ ആൻസർ കീ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇഷ്യൂ ചെയ്യുമല്ലോ, അതിനകത്ത് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലത്തെ ഈ തുടക്കം തൊട്ട് അറ്റം വരെ അത് ടെക്സ്റ്റിനകത്ത് എന്താണോ നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് എക്സാം ചെക്ക് ചെയ്യുന്ന വ്യക്തിക്ക് റെഫറൻസിന് വേണ്ടി കൊടുത്തേക്കണം. അതിനകത്ത് എൻറ്റയർ പോയിൻറ്റ്സ് നമുക്ക് ഇതിനകത്ത് സെൻറ്റൻസ് വൈസ് കോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിനകത്തുള്ള മെയിൻ കീ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ആ മെയിൻ കീ പോയിൻറ്റ്സ് ആണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഈ ഫോർമാൽ ക്വസ്റ്റിന് നമ്മൾ ഈ തുടക്കം തൊട്ട് അറ്റം വരെ നമ്മൾ കുത്തിയിരുന്ന് എഴുതാൻ പോയി കഴിഞ്ഞാൽ 3-4 പേജ് ചിലപ്പോൾ എടുത്തെന്ന് വരും. ഒരിക്കലും അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പോകരുത്. കാരണം ഒരു ആൻസറിന് 10-20 മിനിറ്റ് പോകാമെന്ന് പറഞ്ഞാൽ അത് വൻ നഷ്ടമാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇതിനകത്ത് കൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് മെയിൻ കീ പോയിൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ മാർക്കറ്റ് റിസ്കിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എന്താണ് മാർക്കറ്റ് റിസ്കിനെ സ്പെസിഫൈ ചെയ്യുക, അതിനകത്ത് അബ്സല്യൂട്ട് റിസ്ക് ഉണ്ടെങ്കിൽ റിലേറ്റീവ് റിസ്ക് ഉണ്ടെന്ന കാര്യം നമ്മൾ സ്പെസിഫൈ ചെയ്യുക, ദെൻ മൂവ് ഫോർവേഡ്. അതിൻ്റെ എക്സാമ്പിൾസ് കൊടുക്കണം എന്നും ഇല്ല, കാരണം താഴത്ത് നമ്മൾ എക്സാമ്പിൾസ് അല്ല, അതിൻ്റെ ഡയറക്റ്റ് എക്സ്പ്ലനേഷനിലേക്ക് വരിക. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ഉണ്ട്, അതിൻ്റെ ഒരു ടൈപ്പാണ്. സെക്കൻഡ് ടൈപ്പ് കമ്മോഡിറ്റി റിസ്ക് ഉണ്ട്, ഇക്വിറ്റി റിസ്ക് ഉണ്ട്. എന്നിട്ട് അതിനെ പറ്റി 1-2 സെൻറ്റൻസ്, ഇല്ലെങ്കിൽ ഒരു സെൻറ്റൻസും ഒരു എക്സാമ്പിളുള്ള സെൻറ്റൻസും ക്ലോസ് ചെയ്യുക. അങ്ങനെ ഫ്രെയിം ചെയ്യാൻ പഠിക്കണം. അതായത് മൊത്തം കാണാപ്പാടം പഠിക്കാനിരുന്ന കാണാപ്പാടം പഠിക്കുമ്പോഴുള്ള സമയം പോകും. ഈവൻ ഇഫ് നമ്മൾ കാണാപ്പാടം പഠിച്ച് നമ്മൾ മനസ്സിലേക്ക് എടുത്ത് തന്നെ അത് പോയി സ്പിറ്റ് ചെയ്ത് വെക്കാൻ നോക്കി കഴിഞ്ഞാൽ എക്സാമിന് നമുക്ക് സമയം തരികയില്ല. എനിവേ, മാർക്കറ്റ് റിസ്ക്, ദിസ് ടൈപ്പ് ഓഫ് റിസ്ക് ഇസ് അസോസിയേറ്റഡ് വിത്ത് മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺസ്. അതായത് ഇത് സിസ്റ്റമിക് റിസ്ക്. ബേസിക്കലി മാർക്കറ്റ് ഫാക്ടേഴ്സ്, അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് ഇതിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുക. ഈ തരത്തിലുള്ള റിസ്ക്കുകൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ നോക്കി കണ്ടിട്ടാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ നോക്കി കണ്ടിട്ട് നമ്മളിത് ഇനി നമ്മൾ ബാക്കിയുള്ളതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിക്കാൻ പോകണം. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ഒരു ഞാൻ പറഞ്ഞു ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിൽ നോക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്? ഇൻട്രസ്റ്റ് റേറ്റ് ഏതൊക്കെ ഇൻസ്ട്രുമെൻസിനാണ് നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ, അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ എന്തൊക്കെയാണ് ഇൻട്രസ്റ്റ് ഉള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്? ബോൺസ്, ഡിബഞ്ചേഴ്സ്,
അപ്പോൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് താഴേക്കും മുകളിലേക്കും പോകാനുള്ള സാധ്യതയാണ് ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുക. ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് ദ ഫിനാൻഷ്യൽ അസറ്റ്സ് വിച്ച് ആർ കണക്റ്റഡ് വിത്ത് ഇൻട്രസ്റ്റ് ഫാക്ടേഴ്സ് സച്ച് എസ് ബോൺസ് ഡിബഞ്ചേഴ്സ് ഫേസസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ഫോർ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് അഡ്വേഴ്സ്ലി അഫക്ട്സ് ദ വാല്യൂ ഓഫ് ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ്. എനി ഇൻക്രീസ് ഇൻ ദ ഇൻട്രസ്റ്റ് reduces the price of bonds and debt instruments in the debt market and vice versa. ഇത് ഡയറക്റ്റ് പോയി വായിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ചിന്തിക്കും, നമ്മളിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവാണ് ചിന്തിക്കുന്നത്. യെസ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഡെപ്റ്റ് മാർക്കറ്റിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ബോണ്ടിനകത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ടെക്സ്റ്റിനകത്ത് പറയുന്നു ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രൈസ് കുറയും. ഹൗ ഈസ് ദാറ്റ് പോസിബിൾ? അതെന്താണ് ടെക്സ്റ്റ് ഉദ്ദേശിക്കുന്നത്? കുറേ നേരം നമ്മൾ അതിൻ്റെ പുറകെ പോകും. ഇതിനകത്ത് ഇത്രയാണ് ഇവർ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവർ മാർക്കറ്റ് വ്യൂവിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ സെൻറ്റൻസ് എങ്ങനെയാണ് അത് ആക്ച്വലി കറക്റ്റ് ആകുന്നതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ്, മാർക്കറ്റിൽ ഓൾറെഡി ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൾക്കാർ മേടിച്ചിട്ടുണ്ടാകും. മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒരു പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് റേറ്റിൽ. ഫോർ എക്സാമ്പിൾ 10% ഇൻട്രസ്റ്റ് റേറ്റിൽ മാർക്കറ്റിൽ ഓൾറെഡി എന്ത് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി മാർക്കറ്റ് ഫാക്ടേഴ്സ് മൂലം മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി, ഓൾറെഡി ഇഷ്യൂ ചെയ്ത് വെച്ചേക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുക, അത് ഓൾറെഡി ഇഷ്യൂഡാണ്, ആൾക്കാർ ആ ഇൻട്രസ്റ്റ് റേറ്റ് അക്സെപ്റ്റ് ചെയ്ത് മേടിച്ച് കഴിഞ്ഞു. പുതിയ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്രെയിം ചെയ്യപ്പെട്ടു മാർക്കറ്റ് ഫാക്ടേഴ്സ് മൂലം. ഇനി പുതിയ ഇൻസ്ട്രുമെൻറ്റ്സ് മാർക്കറ്റിലേക്ക് ഇറങ്ങുവാണ്, പുതിയ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, പുതിയ ബോൺസ് മാർക്കറ്റിലേക്ക് വരുവാണ്. സോ വാട്ട് ഹാപ്പൻസ് ഈസ്, ഈ പുതിയ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള, അതായത് കൂടുതൽ ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ്, ഫോർ എക്സാമ്പിൾ 12% ആണെന്ന് വിചാരിക്കും ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ്. ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ വില എന്തായിരിക്കും? ഒബ്വിയസ്ലി കൂടും. ജനറൽ നമ്മൾക്കറിയാവുന്ന ഒരു ഇൻട്രസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ആൾക്കാർ അതായിരിക്കില്ല പ്രിഫർ ചെയ്യുക. സോ ബേസിക്കലി ഡിമാൻഡ് കൂടുമ്പോഴത്തേക്കും ഇതിൻ്റെ പ്രൈസും ഡെഫിനറ്റ്ലി കൂടും. Now what happens to the instruments that are currently floating അല്ലെങ്കിൽ currently in the മാർക്കറ്റിൽ ഇപ്പോൾ നിലവിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എന്ത് പറ്റും? അതിൻ്റെ പ്രൈസ് ഡെഫിനറ്റ്ലി കുറയും. അങ്ങനെയാണ് ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ബേസിക്കലി നിങ്ങൾ വിശദമായിട്ട് നെറ്റിൽ പോയി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. സോ ആ ഒരു പേഴ്സ്പെക്റ്റീവിലാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ഒരു വൈസ് വേഴ്സ റിലേഷൻഷിപ്പ്, എന്താ പറയുക, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നത്. സോ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്താണ് ബേസിക് കൺസെപ്റ്റ് മനസ്സിലായില്ലേ? വൺ ടൈം ഒന്ന് ടെക്സ്റ്റ് വായിക്കുക, യു വിൽ ബി വെൽ സോർട്ടഡ്. നൗ മൂവിങ് ഫോർവേഡ്, കറൻസി റിസ്ക് എന്താണ്? കറൻസി റിസ്ക് ബേസിക്കലി അപ്ലൈ ആവുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് വിദേശത്ത് എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് വന്നിരിക്കും നമ്മുടെ ബിസിനസ്സിന്, കറൻസി റേറ്റിലെ ഫ്ലക്ച്വേഷൻസ് കാരണം നമുക്ക് ലാഭവും നഷ്ടവും ഒക്കെ സംഭവിക്കാം. ബേസിക്കലി അത്രയേ ഉള്ളൂ ഇവിടുത്തെ കറൻസി റിസ്ക്. നമ്മുടെ കറൻസി റേറ്റ് ഫ്ലക്ച്വേഷൻസ് മൂലം നമുക്ക് ഉണ്ടാകാവുന്ന ലാഭം നഷ്ടത്തിനുള്ള സാധ്യത, അതാണ് ബേസിക്കലി കറൻസി റിസ്ക് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ ഇക്വിറ്റി റിസ്ക്, സെക്യൂരിറ്റീസ് ട്രേഡിങ്ങിനെ ആയിട്ട് ലിങ്ക് ചെയ്താൽ മതി. ഇക്വിറ്റി റിസ്ക് നമുക്ക് ട്രേഡിങ്ങിനകത്ത് ആണെങ്കിൽ ഇക്വിറ്റിയുടെ പ്രൈസ് ചിലപ്പോൾ മുകളിലേക്ക് പോകാം, താഴേക്ക് പോകാം. ബേസിക്കലി അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കമ്മോഡിറ്റി റിസ്ക്, ഇക്വിറ്റിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന പോലെ കമ്മോഡിറ്റീസ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പെട്രോളിയം ഇല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും നമ്മളുടെ ഫോർ എക്സാമ്പിൾ ഷുഗർ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമുക്ക് കമ്മോഡിറ്റി ട്രേഡിംഗ് എന്ന് പറയും. അപ്പോൾ അതിനകത്തും ഇതുപോലെ തന്നെ വില മുകളിലേക്കും താഴേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് ബേസിക്കലി കമ്മോഡിറ്റി റിസ്ക്. കൺസെപ്റ്റുകൾ ഭയങ്കര സിമ്പിളാണ്. ബേസിക്കലി നമുക്ക് ഇതിനകത്ത് ആ വേർഡിങ്സ് കുറച്ച് ടെക്സ്റ്റിൽ നിന്ന് എടുത്ത് നമ്മൾക്കൊന്ന് എക്സാമിനെ കൊണ്ടുപോയി കോട്ട് ചെയ്താൽ മാത്രം മതി, നമുക്ക് ഈസിലി സാധിക്കും. ദെൻ അനദർ ഫിനാൻഷ്യൽ റിസ്ക് ഇസ് ക്രെഡിറ്റ് റിസ്ക്. നേരത്തെ പറഞ്ഞു, നേരത്തെ ഈ എക്സാമ്പിൾ വെച്ചാണോ പറഞ്ഞത്? നമ്മൾ ഒരാൾക്ക് കടം കൊടുത്തു, ആ കടം തിരിച്ച് അല്ലെങ്കിൽ ആ കടം കൊടുത്ത ആൾ നമ്മളുടെ പേയ്മെൻറ്റ് ഡീഫോൾട്ട് ചെയ്യാനുള്ള സാധ്യത. ഇതിപ്പോൾ ഒരു ബാങ്കിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം, നമുക്ക് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവിൽ വേണമെങ്കിൽ നമുക്ക് നോക്കാം. നമ്മൾ ഒരാൾക്ക് കടം കൊടുത്തു, അയാൾ തിരിച്ച് തരാതെ ഇരിക്കാനുള്ള സാധ്യത, അതാണ് ബേസിക്കലി ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് ഇമ്മീഡിയറ്റ് ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ബേസിക്കലി. ലിക്വിഡിറ്റി റിസ്ക്, ലിക്വിഡിറ്റി സോൾവൻസി തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ലിക്വിഡിറ്റി മീൻസ് നമുക്ക് ലിക്വിഡ് ക്യാഷ് അസറ്റ്സ് ഇല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ്സ് മീൻസ് അസറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ടു ക്യാഷ്. നമുക്ക് ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഫണ്ടിങ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി ക്യാഷ് ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയാണ് ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടായിട്ട് അവർ ബൈഫർഗേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ട്രേഡിംഗ് റിസ്ക് ആൻഡ് ഫണ്ടിങ് റിസ്ക്. ഫണ്ടിങ് റിസ്ക് നമുക്ക് കറണ്ട് ഒബ്ലിഗേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പോലും നമ്മുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഇല്ല, അല്ലെങ്കിൽ ലിക്വിഡ് എമൗണ്ട് ഇല്ല, ലിക്വിഡ് ഫണ്ട് ഇല്ല. ട്രേഡിംഗ് റിസ്ക് നമുക്ക് ബൈ ഓർ സെൽ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് ഇല്ല, ഇല്ലെങ്കിൽ ക്യാഷ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ട്രേഡിംഗ് റിസ്ക്. ലിക്വിഡിറ്റി റിസ്ക് എന്താണ് സിംഗിൾ ലൈനിൽ എഴുതുക?
അതിനെ എൻ്റെ ഡിഫൈൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് റിസ്ക് ആൻഡ് ഫണ്ടിങ് റിസ്ക്. അത് നിങ്ങൾ നോക്കുക. കാരണം ഇപ്പോൾ ഡയറക്റ്റ് ലിക്വിഡിറ്റി റിസ്ക് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്വാണ്ടിറ്റിയിൽ എഴുതേണ്ടി വരും കുറച്ച് കാര്യങ്ങൾ, എക്സാമ്പിളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട്. ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ റിസ്കിൻ്റെ കീഴിലാണ് നിങ്ങൾ ആൻസർ എഴുതണമെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഒരിക്കലും അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ മാക്സിമം ഷോർട്ടാക്കി കാരണം ഇതിനകത്ത് അറൗണ്ട് 6 റിസ്ക് ഉണ്ട്. 6 റിസ്ക്കും 6+, കാരണം മാർക്കറ്റ് റിസ്കിന് 4 സബ് ഡിവിഷൻസ് ഉണ്ട്, നമ്മളുടെ ലിക്വിഡിറ്റി റിസ്കിന് 2 സബ് ഡിവിഷൻ ഉണ്ട്. സോ ടോട്ടലി പറയുകയാണെങ്കിൽ 6, 4, 10, 12 റിസ്കിനെ പറ്റി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് താഴെ, ഫിനാൻഷ്യൽ റിസ്കിന് താഴെ. സോ അങ്ങനെ എഴുതുമ്പോൾ എപ്പോഴും സിംഗിൾ സെൻറ്റൻസ് ഒതുക്കി വെക്കുക. കാരണം ടോട്ടൽ നോക്കുമ്പോൾ തന്നെ 12-15 സെൻറ്റൻസ് അപ്പം തന്നെ ആകും. അതുപോലെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ ടൈമിൽ എന്നുള്ള കാര്യം സംശയമാണ്. എനിവേ ഈ ക്വസ്റ്റിനൊക്കെ ഫ്രെയിം ചെയ്യപ്പെടുകയാണെങ്കിൽ ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും. വേണമെങ്കിൽ അവർക്ക് ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്, മാർക്കറ്റ് റിസ്ക് അതിൻ്റെ സബ് ഡിവിഷൻസും അല്ലെങ്കിൽ സബ് ടൈപ്പും ചോദിക്കാം, ലിക്വിഡിറ്റി റിസ്ക് അതിൻ്റെ സബ് ടൈപ്പും ചോദിക്കാം, ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസ്ക് അവർ സ്പെസിഫിക്കലി എടുത്ത് ഫിനാൻഷ്യൽ റിസ്ക് എക്സ്പ്ലെയിൻ ചെയ്യുക, എന്നിട്ട് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അതിൻ്റെ താഴെയുള്ള മാർക്കറ്റ് റിസ്ക് അല്ലെങ്കിൽ ബാക്കി എന്തൊക്കെ റിസ്ക് ആണെന്ന് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യപ്പെടാം. ഇനി മൂവിങ് ഫോർവേഡ്, ഓപ്പറേഷണൽ ആൻഡ് സിസ്റ്റം മാനേജ്മെൻറ്റ് റിസ്ക്. കമ്പനിയിലെ ഓപ്പറേഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഫെയിലിയർ കാരണം നമുക്കൊരു പർട്ടിക്കുലർ പരിപാടി നടത്താൻ സാധിച്ചില്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചില്ല. ഇത് നോൺ ഫിനാൻഷ്യൽ ആസ്പെക്റ്റിലും വരും. ഇതിന് ഇമ്മീഡിയറ്റ് ഫിനാൻഷ്യൽ ഇമ്പാക്റ്റും ഉണ്ടാവാം, ഒരു പക്ഷേ ഭാവിയിൽ ഇമ്പാക്റ്റും ഉണ്ടാവാം, ഡിപ്പെൻസ്. സോ ഓപ്പറേഷണൽ സിസ്റ്റം മാനേജ്മെൻറ്റ് റിസ്ക്. ഒബ്സൊളസൻസ് റിസ്ക് എന്താ? നോക്കിയ എക്സാമ്പിൾ ഓർത്താൽ മതി. കാലം മാറി, പക്ഷെ നമ്മൾ കാലത്തിനനുസരിച്ച് മാറിയില്ല, ഔട്ട്ഡേറ്റഡായി പോയി, മാർക്കറ്റിൽ നിന്ന് പിന്തള്ളപ്പെട്ടു, ഒബ്സൊളസൻസ് റിസ്ക്. നോക്കിയ എക്സാമ്പിൾ ടെക്സ്റ്റിനകത്ത് അത് തന്നെ കൊടുത്തേക്കുന്നത്, അത് തന്നെ കോട്ട് ചെയ്താൽ മതി. ലീഗൽ റിസ്ക്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇതാണ് ഈ വീഡിയോസിൻ്റെയൊക്കെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ലീഗൽ റിസ്ക് നമ്മൾ ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവിൽ കാണുന്നുണ്ട്. അപ്പുറത്ത് നമ്മൾ നോൺ ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവ് നോക്കാൻ പോകുമ്പോൾ അവിടെ റെഗുലേറ്ററി റിസ്ക്, നോൺ കംപ്ലയൻസ് റിസ്ക് എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ആവും. നിങ്ങൾ സിംഗിൾ ടൈം ഒറ്റത്തവണ നിങ്ങൾ സ്വയം സെൽഫ് സ്റ്റഡി നടത്തണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കൂടി ചിലപ്പോൾ മിക്സ് ആവാനുള്ള സാധ്യതയുണ്ട്, റിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലത്തെ മാരത്തോൺസ് കാണുന്നവർക്ക് അറിയാം, എക്സാമിന് മുമ്പ് പോയി കാണുന്നവർക്ക്, പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് കൺഫ്യൂഷൻ. ഇപ്പോൾ ലീഗൽ റിസ്ക് ഫിനാൻസിൻ്റെ താഴെയാണോ നോൺ ഫിനാൻഷ്യലിൻ്റെ താഴെയാണോ? ലീഗൽ റിസ്ക് ഫിനാൻസിൻ്റെ താഴെയാണെങ്കിൽ നോൺ കംപ്ലയൻസ് റിസ്ക് അത് ഫിനാൻസിൻ്റെ താഴെ വരില്ലേ? റെഗുലേറ്ററി റിസ്ക് അത് ഫിനാൻഷ്യൽ റിസ്കിൻ്റെ താഴെ വരില്ലേ? ഈ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ഈ വീഡിയോസ് കാണുമ്പോൾ, അതായത് വേറൊരാൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് റീകോൾ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്, ഇല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് കമ്പൈൻഡ് സ്റ്റഡിയുടെയും ക്ലാസ്സുകളുടെയും ഇതുപോലെയുള്ള യൂട്യൂബ് ലെക്ചേഴ്സിൻ്റെയും മാരത്തോൺസിൻ്റെ എല്ലാം ബേസിക് ലക്ഷ്യം എന്ന് പറയുന്നത്. ലീഗൽ റിസ്ക് എന്താണെന്ന് കാണാം. ദിസ് റിസ്ക് അറൈസസ് വെൻ എ കൗണ്ടർ പാർട്ടി ഡസ് നോട്ട് ഹാവ് ദ ലീഗൽ ഓർ റെഗുലേറ്ററി അതോറിറ്റി ടു എൻഗേജ് ഇൻ ട്രാൻസാക്ഷൻ. ഒരു വ്യക്തിക്ക് ഈ പർട്ടിക്കുലർ ട്രാൻസാക്ഷനിൽ എൻ്റർ ചെയ്യാനുള്ള ലീഗൽ അതോറിറ്റി ഇല്ല. ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ മൈനറായിരിക്കാം, മേജറായിട്ടുണ്ടാവില്ല, അയാൾക്ക് ഒരു പർട്ടിക്കുലർ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരിക്കും. അതാണ് ലീഗൽ റിസ്ക് എന്ന് പറയുന്നത് ബേസിക്കലി. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ കംപ്ലയൻസ് ആൻഡ് റെഗുലേറ്ററി റിസ്ക് ലൈക്ക് ഇൻസൈഡർ ട്രേഡിംഗ്, മാർക്കറ്റ് മാനിപ്പുലേഷൻസ്, ഡീഫോൾട്ട് ആൻഡ് മിസ്മാനേജ്മെൻറ്റ് ഓഫ് ലീഗൽ അഫയേഴ്സ്. ഈ എക്സാമ്പിൾസ് നിങ്ങൾ കോട്ട് ചെയ്യുക. ആദ്യം പറഞ്ഞ ഒരു സംഭവം മാത്രമല്ല, ബട്ട് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ഇൻസൈഡർ ട്രേഡിംഗ് ആൻഡ് ഓൾ ദോസ് തിങ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. മൂവിങ് ഫോർവേഡ്, പൊളിറ്റിക്കൽ കൺട്രി റിസ്ക്. പൊളിറ്റിക്കൽ റിസ്ക് ആൻഡ് കൺട്രി റിസ്ക് എന്താ? പൊളിറ്റിക്കൽ റിസ്ക്, ഇലക്ഷൻ വരുന്നു, ഇല്ലെങ്കിൽ രാഷ്ട്രീയപരമായി എന്തെങ്കിലും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയിൽ നടക്കുന്നു, ഡെഫിനറ്റ്ലി അത് ബിസിനസ്സിനെ ഇമ്പാക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് എ പൊളിറ്റിക്കൽ റിസ്ക്. കൺട്രി റിസ്ക്. കൺട്രി റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പുറത്ത് ഫോർ എക്സാമ്പിൾ സബ്സിഡറി കമ്പനിയുണ്ട്. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ റഷ്യ അല്ലെങ്കിൽ യുക്രൈനിൽ ഒരു സബ്സിഡറി കമ്പനിയുണ്ട്, ഇസ്രായേലിൽ ഒരു സബ്സിഡറി കമ്പനിയാണെന്ന് വിചാരിക്കുക. ബട്ട് ഹാപ്പൻസ് ഈസ് ഇല്ലെങ്കിൽ നമ്മുടെ അസോസിയേറ്റ് കമ്പനീസ് എന്ന് വിചാരിക്കുക. അവിടെ യുദ്ധങ്ങൾ നടക്കുമ്പോൾ നമ്മളുടെ ഇവിടുത്തെ ബിസിനസ്സിനെ എന്തായാലും ഇല്ലെങ്കിൽ എൻ്റെ ആ ഗ്രൂപ്പിൻ്റെ ബിസിനസ്സിനെ ബാധിക്കും. സോ ദാറ്റ് ഈസ് ബേസിക്കലി കൺട്രി റിസ്ക്. അപ്പോൾ നമ്മൾ ഫിനാൻസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ എന്തൊക്കെ റിസ്ക് കണ്ടു? മാർക്കറ്റ് റിസ്ക്. മാർക്കറ്റ് റിസ്കിന് താഴെ നമ്മൾ എന്തൊക്കെ സബ് ഡിവിഷൻസ് കണ്ടു? ഇക്വിറ്റി റിസ്ക്, കമ്മോഡിറ്റി റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ആൻഡ് വൺ മോർ തിങ്, കറൻസി റിസ്ക്. അതിനുശേഷം നമ്മൾ ക്രെഡിറ്റ് റിസ്ക് കണ്ടു. ക്രെഡിറ്റ് റിസ്കിന് ശേഷം നമ്മൾ എന്ത് കണ്ടു? ലിക്വിഡിറ്റി റിസ്ക് കണ്ടു. അതിന് താഴെ നമ്മൾ 2 സബ് ഡിവിഷൻസ് കണ്ടു, ട്രേഡിംഗ് റിസ്ക്, ഫണ്ടിങ് റിസ്ക്. ദെൻ കംസ് ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ് റിസ്ക്, ഒബ്സൊളസൻസ് റിസ്ക്, പൊളിറ്റിക്കൽ കൺട്രി റിസ്ക് ആൻഡ് ലീഗൽ റിസ്ക്. മൂവിങ് ഫോർവേഡ്, ടൈപ്സ് ഓഫ് നോൺ ഫിനാൻഷ്യൽ റിസ്ക്. നോൺ ഫിനാൻഷ്യൽ റിസ്ക് എന്താ? ഇമ്മീഡിയറ്റ് ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാവാത്തൊരു സംഭവം. അതൊരു പക്ഷേ സ്ട്രാറ്റജി ബേസ്ഡ് ആവാം. നമ്മൾ ബിസിനസ്സിൽ സ്ട്രാറ്റജി പുതിയതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്, അത് സക്സസ്ഫുൾ ആയില്ല. ചിലപ്പോൾ അത് ഇമ്മീഡിയറ്റ് ഈ ഫിനാൻഷ്യൽ ഇയർ തന്നെ എന്താ പറയുക,
ഇമ്പാക്റ്റ് ഉണ്ടാവണമെന്നില്ല. നമുക്കത് ഭാവിയിൽ എപ്പോഴെങ്കിലും ആയിരിക്കും നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുക. നിങ്ങൾ ഈ സംഭവങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും, ഇതിന് ആക്ച്വലി ഇപ്പോഴല്ലേ ഇമ്പാക്റ്റ് ഉണ്ടാവുമോ, നമുക്ക് പിന്നീട് ഇമ്പാക്റ്റ് ഉണ്ടാവുമോ, ഇതിപ്പോൾ ഇമ്പാക്റ്റ് ചെയ്യാൻ നമുക്ക് പിന്നീടല്ലേ ഇമ്പാക്റ്റ് ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാ ഫിനാൻഷ്യൽ റിസ്കിനും കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലും അതുപോലെ തന്നെ ഭാവിയിൽ എപ്പോഴെങ്കിലും ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ഒരു പവറും കൂടിയുണ്ട്. സോ ഫിനാൻഷ്യൽ റിസ്ക് എല്ലാം തന്നെ നോൺ ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ, അതായത് ലോങ് ടേമിലും നമ്മൾ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്തായാലും മനസ്സിലാക്കി വെക്കുക. ആൻഡ് ചില നോൺ ഫിനാൻഷ്യൽ റിസ്കിന് ഇമ്മീഡിയറ്റ് ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നോൺ ഫിനാൻഷ്യൽ റിസ്ക് ഇൻ ദ സെൻസ് നമ്മൾ ടെക്സ്റ്റിനകത്ത് പഠിക്കുന്ന നോൺ ഫിനാൻഷ്യൽ റിസ്കുകൾക്ക് ഇമ്മീഡിയറ്റ് ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. എനിവേ നമ്മൾ ടെക്സ്റ്റിനകത്ത് ആ ബൈഫർഗേഷൻ കൊടുത്തേക്കണം. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യപ്പെടുകയാണെങ്കിൽ ടെക്സ്റ്റിനകത്ത് പോലെ തന്നെ നമ്മൾ എഴുതും. അത്രേ ഉള്ളൂ. Strategic risk. Business plans which have not been developed properly and comprehensively since inception may lead to strategic risk. For example, strategic risk might arise from making poor business decisions, from the substandard execution of decisions, from inadequate resource allocation, or from failure to respond well to changes in the business environment. ഞാൻ ആക്ച്വലി അടുത്ത വീഡിയോ എടുക്കാനായിട്ട് ലേറ്റ് ആകാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ബാക്കിൽ ഇപ്പോൾ ഒരു ഡിജിറ്റൽ ബോർഡോ ഇല്ലെങ്കിൽ സാധാരണ ഒരു പ്ലെയിൻ വൈറ്റ് ബോർഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് വിഷ്വലി അത് കുറച്ചും കൂടി എനിക്ക് കുറച്ചും കൂടി സെറ്റപ്പായിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ച് മനസ്സിലായില്ലേ, അങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ വരും, വൈകാതെ വരും. അപ്പോൾ ഞാൻ അക്കാരണത്തെല്ലാം നീണ്ടുപോയി. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഡയറക്റ്റ് ഒരാൾ വടി പോലെ എണീറ്റ് നിൽക്കുന്നു, ഇങ്ങനെ വളവളാതെ നിൽക്കുന്ന വർത്തമാനം പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബോറടി ചെറുതായിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളിത് കാണണമെന്നില്ല. ബേസിക്കലി കാണണമെന്നില്ല മീൻസ് വീഡിയോ ഓണാക്കി വെക്കുക. എന്നിട്ട് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്സെറ്റ് കുത്തുക. നിങ്ങൾക്ക് പ്രീമിയം യൂട്യൂബ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മൊബൈൽ ഓഫ് ആക്കിയിട്ടും കാണാൻ പറ്റും. ഇല്ലാതെ മൊബൈൽ ഓൺ ആക്കിയിട്ട് പോക്കറ്റിൽ വെക്കുക. ബ്ലൂടൂത്ത് ആയിരിക്കും മിക്കവാറും ഹെഡ്സെറ്റ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യുക, കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ കണ്ടിന്യൂസ് ഈ കാര്യം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന ഒരു തവണ കേട്ടു, 2 തവണ കേട്ടു, മൾട്ടിപ്പിൾ ടൈംസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓൾറെഡി സംഭവം കയറും. എനിവേസ് പറഞ്ഞെന്നുള്ളൂ. എനിവേ ബിസിനസ് ഓർ ഇൻഡസ്ട്രി സർവീസസ് റിസ്ക്. ബിസിനസ് റിസ്ക് ഇംപ്ലൈസ് അൺസർട്ടനിറ്റി ഇൻ പ്രോഫിറ്റ് ഓർ ഡേഞ്ചർ ഓഫ് ലോസ് ആൻഡ് ഇവൻറ്റ്സ് ദാറ്റ് കുഡ് പോസ് എ റിസ്ക് ഡ്യൂ ടു സം അൺഫോർസീൻ ഇവൻറ്റ്സ്. ബിസിനസ് റിസ്കിൻ്റെ ബേസിക് ഒരു ബിസിനസ് നടത്തുമ്പോൾ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ടല്ലോ, അതാണ് ബിസിനസ് റിസ്ക്. വേറെ ഒന്നുമില്ല. ബേസിക് കൺസെപ്റ്റ് അത്രേ ഉള്ളൂ. കംപ്ലയൻസ് റിസ്ക് നേരത്തെ പറഞ്ഞ സംഭവം. നമ്മൾ നോൺ കംപ്ലയൻസ് നടത്തി, AGM കറക്റ്റ് ടൈമിൽ നടത്തിയില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫൈനൊക്കെ കൊടുത്ത് IOC ഫോർ അപ്ലോഡ് ചെയ്തു. ഫൈൻ കൊടുത്ത് നമ്മൾ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അപ്ലോഡ് ചെയ്തെന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിന് നമുക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഫൈൻ കൊടുത്ത് എന്തെങ്കിലും സംഭവം ഫയൽ ചെയ്താൽ കൂടി നമ്മൾ എന്തെങ്കിലും ഒരു നോൺ കംപ്ലയൻസ് നടത്തിയല്ലോ. നമ്മൾ ഡിലേക്ക് ഒരു ഫൈൻ കൊടുത്ത് ROCയിൽ ഫയൽ ചെയ്തതെന്നുള്ളൂ. സ്റ്റിൽ നമ്മൾ ഒരു കംപ്ലയിൻസ് ചെയ്യാതെ ഇരുന്ന ഒരു കമ്പനിയാണ്. നമുക്കെതിരെ ആക്ഷൻ പിന്നീട് എടുക്കാൻ സാധിക്കും. 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഒരു നോട്ടീസ് അങ്ങ് വരിക, നമുക്കെതിരെ പീനൽ ആക്ഷൻ, ഡയറക്ടറിനെതിരെ പീനൽ ആക്ഷൻ, കമ്പനിക്കെതിരെ പീനൽ ആക്ഷൻ, ഫൈൻ കൊടുക്കുന്നു, അത് ചെയ്യുന്നു, സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് നോൺ കംപ്ലയൻസ് വഴി ഉണ്ടാകാവുന്ന ഒരു റിസ്കിന് എക്സാമ്പിളാണത്. ഫ്രോഡ് റിസ്ക്. ഫ്രോഡ് എന്താണ്? ഫ്രോഡ് സെക്ഷൻ 447 നമ്മൾ പഠിക്കുന്നതിൻ്റെ ഡെഫിനിഷൻ. ഫ്രോഡ് ഈസ് ദ എന്തുവാ സംഭവം അറിയാലോ, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. എനിവേസ് ഫ്രോഡ് ഈസ് പെർപെട്രേറ്റഡ് ത്രൂ അബ്യൂസ് ഓഫ് സിസ്റ്റംസ്, കൺട്രോൾസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് വർക്കിംഗ് പ്രാക്ടീസസ്. ഇറ്റ് മേ ബി പെർപെട്രേറ്റഡ് ബൈ ഇൻസൈഡർ ഔട്ട്സൈഡർ. ഫ്രോഡ് മേ നോട്ട് ബി യൂഷ്വലി ഡിറ്റക്റ്റഡ് ഇമീഡിയറ്റ്ലി. കമ്പനിയെ കബളിപ്പിക്കുക, ബേസിക്കലി അത്രേ ഉള്ളൂ. റെപ്യൂട്ടേഷൻ റിസ്ക്. ദിസ് ടൈപ്പ് ഓഫ് റിസ്ക് അറൈസസ് ഫ്രം നെഗറ്റീവ് പബ്ലിക് ഒപ്പീനിയൻ. കമ്പനിയെ പറ്റി അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുക, അതിലൂടെ ഒരു പക്ഷേ കമ്പനിയുടെ ഷെയർ മാർക്കറ്റ് പ്രൈസുകൾ താഴെ പോവാം, കമ്പനിയുടെ ബിസിനസ്സുകൾ നഷ്ടമാവാം. അതാണ് റെപ്യൂട്ടേഷൻ റിസ്ക്. ട്രാൻസാക്ഷൻ റിസ്ക് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ് റിസ്ക് നോൺ ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ നമ്മൾ കണ്ടല്ലോ. അതിന് വേറൊരു ആംഗിളിലാണ് നോൺ ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവിൽ ഇതിനെ ഡിഫൈൻ ചെയ്തേക്കണേ. ഇൻറ്റേർണലി ഓപ്പറേറ്റിംഗ് എംപ്ലോയീസിന് എന്തെങ്കിലും മിസ്റ്റേക്ക് മൂലം എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ത്രൂ ആവാതിരിക്കുക, അതിനകത്ത് എന്തെങ്കിലും ഫെയിലിയേഴ്സ് സംഭവിക്കുക, അതിനെയാണ് ട്രാൻസാക്ഷൻ റിസ്ക് എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ റിസ്ക് അറൈസസ് ഡ്യൂ ടു ദ ഫെയിലിയർ ഓർ inadequacy of internal system, information channels, employees integrity and operating processes. ഡിസാസ്റ്റർ റിസ്ക്. നാച്ചുറൽ കലാമിറ്റി മൂലം ബിസിനസ്സിന് നഷ്ടം സംഭവിക്കുന്നു. ക്ലോസ്. റെഗുലേറ്ററി റിസ്ക്. ഇവിടെ ഇത് പറയുന്നുണ്ട് മെയിൻലി ഇത് ഇമ്പാക്റ്റ് ചെയ്യുക ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് എന്താ പറയുക ഫുഡ് ഇൻഡസ്ട്രീനെയാണ്. അതായത് വേറൊന്നുമില്ല, അതായത് ഗവൺമെൻറ് ഓരോ തവണയും ഓരോ പോളിസി, ഓരോ റെഗുലേഷൻസ്, പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരും. അത് നമ്മളുടെ ഇൻഡസ്ട്രീനെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് റെഗുലേറ്ററി ആസ്പെക്റ്റിൽ റിസ്ക് എന്ന് പറയുന്നത്. അതായത് ഒരു പക്ഷേ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു, അക്കാരണത്താൽ നമ്മളുടെ കമ്പനിക്ക് കൊടുക്കേണ്ടി വരുന്ന ടാക്സ് കൂടി, നമുക്കൊരു ഫിനാൻഷ്യൽ ലോസ് വരുന്നു. അതിന് ഇമ്മീഡിയറ്റ് ഫിനാൻഷ്യൽ ഇമ്പാക്റ്റും ഉണ്ടാവാം, ഭാവിയിൽ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാവാം. ഡിപ്പെൻഡ്സ് ഓൺ എങ്ങനെയാണ് ആ നിയമം ഫ്രെയിം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നനുസരിച്ചിരിക്കും. സോ ദാറ്റ് ഈസ് റെഗുലേറ്ററി റിസ്ക്. ആൻഡ് ടെക്നോളജി റിസ്ക്.
failure of system caused due to tampering of data, access to critical information, non-availability of data, and lack of controls. ബേസിക് ടെക്നോളജി റിസ്ക്, ടെക്നോളജിക്കൽ ആസ്പെക്റ്റിൽ നമുക്ക് കമ്പനിക്ക് ഉണ്ടാകാവുന്ന നഷ്ടം, ലാഭം എല്ലാം. ബേസിക്കലി ഇതെല്ലാം നമുക്ക് സ്വയം വായിച്ച് പഠിക്കാവുന്നതുള്ളൂ. പക്ഷേ നിങ്ങളുടെ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അങ്ങനെ പറഞ്ഞിരുന്നു ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ഓർമ്മ വരും. സോ ബേസിക്കലി നമുക്കൊന്ന് ക്വിക്ക് റീക്യാപ്പ് നമുക്ക് നോക്കാം. റിസ്ക് എന്താണെന്ന് നമ്മൾ കണ്ടു, ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് കണ്ടു. റിസ്ക്, exposure to the possibility of loss, Oxford Dictionary. Then comes general perspective, risk definition, food industry perspective, risk definition, finance perspective, insurance perspective, securities trading perspective, systemic risk, unsystemic risk, macro nature, micro nature, not predictable, reasonably predictable, affects the entire market, affects the individual organization first. Example, market risk, credit risk. Now, types of risk on the basis of impact on finance. Non-financial risk, financial risk. Financial risk, immediate impact on finance. Non-financial risk does not have immediate impact on finance but can impact finance, can have an financial impact at a later stage. നമ്മൾ അതിൻ്റെ ബൈഫർഗേഷൻസ് ഇല്ലെങ്കിൽ സബ്ഡിവിഷൻസ് പഠിച്ച് ഫിനാൻഷ്യൽ റിസ്കിന് താഴെ മാർക്കറ്റ് റിസ്കിന് താഴെ ഇക്വിറ്റി റിസ്ക്, കമ്മോഡിറ്റി റിസ്ക്, കറൻസി റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, ക്രെഡിറ്റ് റിസ്ക്, ദെൻ ലിക്വിഡിറ്റി റിസ്ക്, രണ്ട് സബ്ഡിവിഷൻസ്, ഫണ്ടിങ് റിസ്ക്, ട്രേഡിംഗ് റിസ്ക്, സിസ്റ്റംസ്, ഓപ്പറേഷണൽ റിസ്ക്, ഒബ്സോളസൻസ് റിസ്ക്, political country risk, then legal risk. One more, I think one more is missing. No, എല്ലാം കവർ ചെയ്തു. Then comes non financial aspectൽ ബിസിനസ് റിസ്ക്, നഷ്ടം വരാനുള്ള സാധ്യത, ബേസിക് ബിസിനസ്സിൻ്റെ ഇടയിൽ നഷ്ടം വരാനുള്ള സാധ്യത, സ്ട്രാറ്റജി റിസ്ക്, ബിസിനസ് ഡിസിഷൻസ്, എന്തെങ്കിലും പർട്ടിക്കുലർ ഡിസിഷൻ പ്രകാരം നഷ്ടം വരാനുള്ള സാധ്യത, ടെക്നോളജി റിസ്ക്, സംതിങ് സംവാട്ട് റിലേറ്റഡ് ടു ഒബ്സൊലസൻസ് റിസ്ക്. Then comes regulatory risk, non-compliance risk, link compliance risk. Then comes what? Think. കഴിഞ്ഞു ഇല്ല. ഫ്രോഡ് റിസ്ക്, റെപ്യൂട്ടേഷൻ റിസ്ക്, ട്രാൻസാക്ഷൻ റിസ്ക്, ഡിസാസ്റ്റർ റിസ്ക്. ഡൺ. ഇത്തരം സംഭവങ്ങൾ ജസ്റ്റ് ഇന്ന് തന്നെ നിങ്ങൾ മാക്സിമം വായിക്കുക, ജസ്റ്റ് സിംഗിൾ ടൈം റീഡ് ചെയ്യുക, ദാറ്റ് ഈസ് ഓവർ. മൂവിങ് ഫോർവേഡ് നമ്മൾ ഓഡിറ്റ് റിസ്കിനെ പറ്റി പഠിക്കും. ഓഡിറ്റ് റിസ്ക് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ടെക്സ്റ്റിനേക്കാളും കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പറഞ്ഞുതരാം വേറെ സബ്ജക്റ്റിനകത്തും കൂടി. അത് ഒരു പക്ഷേ ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിനകത്ത് കുറച്ച് സംഭവങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. ദെൻ കംസ് റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ്. റിസ്ക് മാനേജ്മെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്, റിസ്ക് മിറ്റിഗേഷൻ സ്ട്രാറ്റജീനെ പറ്റി പറയുന്നുണ്ട്, ഫ്രോഡ് റിസ്ക് മാനേജ്മെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഗോസ് ഓൺ. കുറച്ചുണ്ട് ചാപ്റ്റർ, എന്നാലും നമുക്ക് തീർക്കാം. കുറച്ചില്ല, അധികം ഇല്ല കേട്ടോ. എന്നാൽ 20 മാർക്സ് സെക്യൂർ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു യാത്ര പൂർത്തിയാക്കി അടുത്ത യാത്രയിലേക്ക് കടക്കുള്ളൂ. ഈ ജനറൽ തിയറി നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. കുറച്ചും കൂടി ഇൻട്രാക്റ്റീവായിട്ട് സംഭവങ്ങളൊക്കെ ഇടയിൽ കൂടെ നൈസായിട്ട് അടിപൊളിയായിട്ടൊക്കെ പറഞ്ഞു തരാൻ പറ്റിയ സെക്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ, കമ്പനി ലോസ് പഠിക്കുമ്പോഴത്തേക്കും ഒരുപക്ഷെ ജനറലി ഒരു ലേമാൻ വായിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നുള്ളതും ആക്ച്വലി നമുക്ക് നിയമം അറിയുന്ന വ്യക്തികൾ വായിക്കുമ്പോഴത്തേക്കും എന്തായിരിക്കും ഡിഫറൻസ് എന്നുള്ളതൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമുക്ക് ബെറ്ററായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. എനിക്ക് കമ്പനി ലോ റിലേറ്റഡ് നമുക്ക് പ്രൊഫഷണലിനകത്ത് കുറേ എനിക്ക് തോന്നുന്നു ഡിസ്പ്യൂട്ട് സെക്കൻഡ് മൊഡ്യൂളിനകത്താണ് കൂടുതലും കവർ ചെയ്യപ്പെടുന്നത്. ഇതിനകത്ത് LODR ഉണ്ട്. LODR ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. LODR സംഭവങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യുമ്പോൾ അതിനകത്തും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, പക്ഷേ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് കമ്പനി ലോയാണ്. അതിനകത്തേക്ക് നമ്മൾ വരുന്ന സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ കവർ ചെയ്യും വൈകാതെ തന്നെ. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സ്റ്റേ സേഫ്. എന്തായാലും വീഡിയോസ് കാണുക, പഠിക്കുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും CS പ്രൊഫഷണൽ ചെയ്യുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് ഷെയറും ചെയ്തേക്കുക. എനിവേസ് ബൈ, സീ യു.